ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നമ്മുടെ എറണാകുളം ജില്ലയിലുള്ള മീങ്കുന്നം പള്ളിയുടെ തൊട്ട് താഴെയാണ്. ഇവിടെ നല്ല അടിപൊളി ചായയും ചെറുകിടികളും ഫ്രഷ് ജ്യൂസ് എല്ലാം കിട്ടുന്നൊരു കടയുണ്ട്. ചേച്ചിയാണ് ഈ കട നടത്തുന്നത്. ചേച്ചിയുടെ പേര് മോഹനവല്ലി എന്നാണ്. അപ്പോൾ നമുക്ക് കടയിൽ നിന്ന് കാണാം, ചേച്ചി ഒന്ന് പരിചയപ്പെടാം. മീങ്കുന്നം പള്ളി ഇതേ കാണുന്നതാണ്. അതിൻ്റെ തൊട്ടടുത്താണ് ഈ കട. ഉണ്ടോ, ഇതാണ് കട. ഇവിടെ നല്ല അടിപൊളി ചായയും ചെറുകടികളും ആദ്യം പറഞ്ഞില്ലേ, അങ്ങനെ എല്ലാ സംഭവവും കിട്ടും. ഇതാണ് കടയുടെ പേര്. ചക്കയൊക്കെ ഉണ്ട് കേട്ടോ. ചേച്ചി ഇവിടെ നിൽപ്പുണ്ട്, നമുക്കിപ്പോൾ പരിചയപ്പെടാം. ഇതുണ്ടോ, ചെറിയ എല്ലാ ഐറ്റംസും ഉണ്ട്. വെള്ളരിക്ക, ഇങ്ങനെ എന്താ പറയുക, പൈനാപ്പിള്, ഓംപ്ലേറ്റ് ഉണ്ട്, അങ്ങനെ എല്ലാ സംഭവം ഉണ്ട്. ചായ കിട്ടി, അടിപൊളി. ഇതാണ് മോഹനവല്ലി ചേച്ചി. ചേച്ചി നമസ്കാരം. നമസ്കാരം. എന്നാല് പേര് ഒരു വെറൈറ്റി ആയി പോയിട്ടോ, മോഹനവല്ലി. ആരാണ് ഈ പേരിട്ടത്? എൻ്റെ അച്ഛൻ. അച്ഛനായിട്ടെ? എന്നാ ഇപ്പൊ എത്ര വർഷമായി കട? ഇപ്പൊ 3 വർഷമാകുന്നു. 3 വർഷമായി അല്ലേ? ആദ്യം ചേച്ചി തന്നെയാണ് തുടങ്ങിയത്? അതെയോ? ഞാൻ തന്നെ. അതല്ലേ. ചേട്ടന് ഒരു ഇടയ്ക്ക് വരുമോ? ചേട്ടൻ ഇടയ്ക്ക് വരും. അതല്ലേ. ആരൊക്കെയുള്ള വീട്ടില്? എനിക്ക് ഹസ്ബൻഡ്, 3 മക്കള്. അവര് കല്യാണം കഴിച്ചു, 2 കുട്ടികളും ഉണ്ട്. ഓ, അതല്ലേ. എന്നാലും ചായ ഞാൻ കുടിച്ചു, അടിപൊളിയാണ്. ഓംപ്ലേറ്റ് കഴിച്ചു, എല്ലാം സൂപ്പറാട്ടോ, ഒരു കുഴപ്പമില്ല. പഴംപൊരി ഉണ്ട്. പഴംപൊരി എന്തൊക്കെ ഐറ്റംസ് ഉള്ളേ? അത് കേട്ടെ. പരിപ്പോട, പഴംപൊരി, അതൊക്കെ ഫേമസ് ആണ്. ഉണ്ടാക്കി വെച്ചതെല്ലാം തീർന്നുണ്ട്. പരിപ്പോട ഇപ്പൊ ഉച്ച കഴിഞ്ഞ് ഉണ്ടാക്കിയതാണ്. പിന്നെ ഫ്രഷ് ജ്യൂസ്, പൈനാപ്പിള്. ഇപ്പൊ പൈനാപ്പിള് മഴയായതുകൊണ്ട് ചീഞ്ഞു പോണതുകൊണ്ട് ഇറക്കി വെച്ചു. പിന്നെ ഓംപ്ലേറ്റ്, കഞ്ഞി ഉണ്ടായിരുന്നു. കഞ്ഞിക്ക് ചെലവ് കുറവ്. ഒരു കുടുംബശ്രീയുടെ ലോണൊക്കെ എടുത്താണ്. എങ്ങനെയുണ്ട് അത് കേക്കട്ടെ. കച്ചവടം കുഴപ്പമില്ല. ഇപ്പൊ ഇവിടെ നമ്മുടെ വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടം പോകുന്ന ഒരു അത്ഭുതമായി പോലെ. ഇപ്പൊ എത്ര മാസമായി അത് വന്നിട്ട് വെള്ളച്ചാട്ടം? വെള്ളച്ചാട്ടം അവിടെ 2 വീടുകളുണ്ടായിരുന്നു പുറമ്പോക്കിൽ താമസിച്ചിട്ടുണ്ട്. ആ വീടുകള് ഒഴിവാക്കി പള്ളിയിൽ നിന്ന് അവർക്ക് സ്ഥലം മേടിച്ച് പേര് പണിതുകൊണ്ടിരിക്കുക. ഒരു വാടകയ്ക്ക് വേണ്ടിയിട്ട് നേരത്തെ മുതലുള്ള വെള്ളച്ചാട്ടം. മഴയത്ത് കൂടുതലുണ്ട്, മഴ കുറയുമ്പോ കുറയും, വലിയ വേനക്ക് ഇല്ല. അതല്ലേ. അപ്പൊ വീട് അവിടെ നിന്ന് മാറിയപ്പോഴാണ് ശരിക്കും വെള്ളച്ചാട്ടം കാണാൻ പറ്റിയത്. അവിടെ 2 വീടും മറവുണ്ടായിരുന്നു, പിന്നെ മരങ്ങളൊക്കെ നിൽക്കണ്ടായിരുന്നു, അവര് വെച്ചുപിടിപ്പിച്ച കൊക്കോയ അങ്ങനെയൊക്കെ. അതുകൊണ്ട് അതങ്ങ് മറിഞ്ഞു നിൽക്കുവായിരുന്നു. അപ്പൊ ഇത് പോകുമ്പോ ആളുകൾ അവിടെ പുതിയ ഇടവകയിൽ വന്നേക്കണേ അച്ഛൻ വികാരി അച്ഛൻ, നല്ല അച്ഛനല്ലേ? നല്ല അച്ഛനാണ്. ഫാദർ ജേക്കബ് തലാപ്പള്ളി അച്ഛൻ. നല്ല എല്ലാവരോടും ഒന്നുപോലെ. ഫാദർ ജേക്കബ് കലാപ്പള്ളി. ഓക്കെ. അച്ഛന്റെ ഒരു കലാബോധമാണ് അതല്ലേ. അവിടെ ആളുകൾക്ക് കുളിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ആക്കി കെട്ടി എല്ലാ സൗകര്യമായി. അപ്പൊ ഇതിലെ ആൾക്കാർ പോവുകയാണെങ്കിലേ അവിടെ വെള്ളച്ചാട്ടം കൊണ്ടോ, അപ്പൊ അവിടെ വരുക, അതുപോലെ തന്നെ ചേച്ചിയുടെ അടുത്ത് ചായ കുടിക്കുക, ഓംപ്ലേറ്റ് കഴിക്കുക, ജ്യൂസ് കുടിക്കുക, എല്ലാം അടിപൊളിയാണ്. ഞാൻ ചുമ്മാറല്ല, സത്യമായ കാര്യം പറഞ്ഞാണ്. പിന്നെ അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള്. ഓക്കെ. ഇപ്പൊ ആരെ സഹായിക്കാൻ? തന്നെ സഹായിക്കാൻ ആരുമില്ല, തന്നെ ഉള്ളൂ. എല്ലാം തന്നെ ഉള്ളൂ. പിന്നെ അല്ലാണ്ട് അംഗൻവാടിയിൽ ജോലി ഉണ്ടായിരുന്നു. ജോലി എത്ര നാളായി? അംഗൻവാടിയിൽ ഹെൽപ്പറായിട്ടായിരുന്നു ജോലി. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ 3 വർഷമായി റിട്ടയർഡ് ആയി. അത് കഴിഞ്ഞപ്പോ ഒരു സ്വയം നമുക്കൊരു വരുമാനം വേണമല്ലോ. നല്ല കാര്യല്ലേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചായ. ഒരു ഹോട്ടലിനെ സംബന്ധിച്ചാൽ, ചായക്കെ സംബന്ധിച്ച് ഏറ്റവും അർജന്റായിട്ട് നല്ല സാധനം വേണ്ടത് ചായ. അത് അടിപൊളിയാണ്, എല്ലാ അടിപൊളിയാണ്. പക്ഷേ ചായ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. അപ്പൊ എല്ലാരും കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ. അത് തന്നെ, തൊട്ടടുത്തല്ലേ മാതാവ് ഇരിക്കണേ, പിന്നെ പേടിക്കാനുള്ളേ. പിന്നല്ലേ. അപ്പൊ എല്ലാം കൊണ്ടും ഒരുപാട് സന്തോഷം. ഇനി ആളുകളെ വന്നോളൂ ഇതിൽ പോകുമ്പോ കേട്ടോ. ഓക്കെ, താങ്ക് യു. മീങ്കുന്നം പള്ളി കാണാത്തവർ കണ്ടോളൂ. ഇതേ കാണുന്നതാണ് മീങ്കുന്നം പള്ളി. ഇതേ ഒരു അടിപൊളി ഐറ്റം ഉണ്ടോ കേട്ടോ. പൈനാപ്പിളിൽ ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അത് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണ്. അപ്പോൾ വരുമ്പോൾ ഇതൊക്കെ കഴിക്കാം. ലജി ഇതെങ്ങനെ ആഗ്രഹം മേടിക്കുന്നുണ്ടോ? ഒരുപാട് ഇഷ്ടമല്ലേ? പോവാല്ലേ. ഓക്കെ. പിന്നെ ഈ വെള്ളച്ചാട്ടത്തിൽ വരുന്നവർക്ക് കുളിക്കാനുള്ള തോർത്ത്, അങ്ങനെ സോപ്പ്, എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ ഇവിടെ വന്ന് വെള്ളച്ചാട്ടത്തിലൊക്കെ ഒന്ന് കുളിക്കണം എന്ന് തോന്നുവാണെങ്കിൽ ഇവിടെ വന്ന് തോർത്ത് മേടിക്കാം, അങ്ങനെ സോപ്പ് മേടിക്കാം, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്.
ചേച്ചിയുടെ കട കണ്ടു, അതുപോലെ ചേച്ചിയെ പരിചയപ്പെട്ടു. എല്ലാം കൊണ്ടും ഒരുപാട് സന്തോഷം. അപ്പോൾ ആരും മറക്കണ്ട, ഇതിൽ പോകുമ്പോൾ ഒരു ചായ കുടിക്കുക അല്ലെങ്കിൽ ഓംലേറ്റ് കഴിക്കുക. എല്ലാം കൊണ്ടും അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.